ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 10 ബ്ലാങ്കറ്റ് ഓഫ് ദ എർത്ത് ആണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഭൂമിയുടെ പുതപ്പ്. ഇപ്പോൾ ഭൂമിയുടെ പുതപ്പ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? അറ്റ്മോസ്ഫിയർ ആണ് ഭൂമിയുടെ പുതപ്പ്. പ്ലഡ്ജ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ ചാപ്റ്റർ തുടങ്ങാം. ഇൻ ദ ഒക്കേഷൻ ഓഫ് ദിസ് എൻവയോൺമെൻറ്റ് ഡേ, I pledge I will protect and maintain our environment. I will plant a sapling this day and nurture it till it grows up. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഒരു ചെടി നടുമെന്ന് കരുതുന്നു. എത്രയോ ആളുകളുണ്ട് പോകുന്ന വഴിക്കൊക്കെ ചെടി നടുന്നവർ. കയ്യിൽ അതിൻ്റെ വിത്ത് കരുതും. ചിലരാണെന്നുണ്ടെങ്കിൽ പെന്നുണ്ടാക്കി വിൽക്കുമ്പോൾ അതിൻ്റെ ടോപ്പിൽ ഏതെങ്കിലും ചെടിയുടെ സീഡ് വെക്കും. കാരണം എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര്, പ്രകൃതി സ്നേഹികൾ ഇന്ന് നമ്മുടെ ഈ ഇന്ത്യയിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ തന്നെ ഒരുപാട് പേര് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. കണ്ടൽക്കാടുകളുടെ സംരക്ഷണം, അങ്ങനെ പല രീതിയിലും ആളുകൾ റോഡ് സൈഡിലൊക്കെ പണ്ട് കാലത്ത് തന്നെ രാജാക്കന്മാർ മരങ്ങൾ നട്ടിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഇന്നുള്ള യൂത്തും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിൽ നിങ്ങളും പങ്കാളികളാവുക. അപ്പോൾ the given lines is the translated version of the pledge you have taken as part of World Environment Day. അപ്പം നിങ്ങൾ സ്കൂളുകളിലൊക്കെ ഇതുപോലെ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടാവും. ഹാവ് യു എവർ തോട്ട് ഓഫ് ദ ലോജിക് ഇൻ പ്ലാന്റിംഗ് ട്രീസ് ആസ് പാർട്ട് ഓഫ് കൺസർവേഷൻ ഓഫ് എൻവയോൺമെൻറ്റ്? അപ്പോൾ അറ്റ്മോസ്ഫിയർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്തായാലും ഒരു ചെടി നട്ടിരിക്കണം. അല്ലെങ്കിൽ ചെടികളാണ് അറ്റ്മോസ്ഫിയറിനെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് നാം എന്തായാലും ഒരു ചെടി നട്ടിരിക്കും. ഓക്കെ. It is the atmospheric gases such as oxygen and carbon dioxide which play a major role in maintaining the earth as a life-supporting planet. ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിനാവശ്യമായ ഗ്യാസുകൾ അറ്റ്മോസ്ഫിയറിൽ വളരെയധികം ഉണ്ട്. ഏതൊക്കെയാണത്? ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്. ഇവയാണ് ഭൂമി ഒരു ലൈഫ് സപ്പോർട്ടിംഗ് പ്ലാനറ്റായി നിർത്താൻ സഹായിക്കുന്നവ. Plants are significant in regulating the amount of these gases in the atmosphere. അറ്റ്മോസ്ഫിയറിലുള്ള ഈ ഗ്യാസസിനെ കൺട്രോൾ ചെയ്യുന്നതിൽ പ്രധാന പങ്ക് ആർക്കാണ്? ചെടികൾക്കാണ്. അപ്പോൾ നമുക്ക് ചെടികളുടെ പ്രാധാന്യം ഇതിൽ നിന്ന് മനസ്സിലാവുന്നില്ലേ? ഇറ്റ് ഈസ് ത്രൂ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ് ദാറ്റ് ദ പ്ലാന്റ്സ് ഗെദർ എനർജി ഫോർ ദ ഗ്രോത്ത്. ഇപ്പോൾ ഫോട്ടോസിന്തസിസ് വഴി ആണ് ചെടികൾ ഭക്ഷണം ഉണ്ടാക്കുന്നതും അവ വളരുന്നതുമെല്ലാം. ഇൻ ദിസ് പ്രോസസ് പ്ലാന്റ്സ് ഇൻടേക്ക് കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഗീവ് ഔട്ട് ഓക്സിജൻ. അപ്പോൾ ഇത് വായിക്കുമ്പോൾ സയൻസ് ആണോ എന്ന് തോന്നിപ്പോകുന്നു. നൗ യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദ റോൾ പ്ലേഡ് ബൈ ദ പ്ലാന്റ്സ് in maintaining the balance of life supporting gases in required proportion. അപ്പോൾ നമ്മുടെ ഒരു ജീവിതം ഇവിടെ, അല്ലെങ്കിൽ ഭൂമിയിൽ ചെടികളും മൃഗങ്ങളും പക്ഷികളും എല്ലാം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതിന് വേണ്ടുന്ന ഗ്യാസസ് വേണം. അപ്പോൾ അതിനെ നല്ല രീതിയിൽ ആനുപാതികമായി നിലനിർത്തുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ചെടികളാണ്. Let us see the constituents of atmosphere other than the gases such as oxygen and carbon dioxide and also the significance. ഇതുകൂടാതെ അന്തരീക്ഷത്തിൽ വേറെ എന്തെല്ലാം, ഇത് ഗ്യാസസ് കൂടാതെ വേറെ എന്തെല്ലാം കാര്യങ്ങൾ അറ്റ്മോസ്ഫിയറിൽ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. അറ്റ്മോസ്ഫിയറിക് കോമ്പോസിഷൻ. ഗ്യാസസ്, മോയ്സ്ചർ ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആർ ദ മേജർ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് അവർ അറ്റ്മോസ്ഫിയർ ദാറ്റ് ബ്ലാങ്കറ്റ് അവർ എർത്ത്. ഇപ്പോൾ നമ്മുടെ ഭൂമിയുടെ പുതപ്പിൽ എന്തെല്ലാം ഉണ്ട്? ഗ്യാസസ് കൂടാതെ മോയ്സ്ചർ ഉണ്ട്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. അതായത് വാതകങ്ങൾ കൂടാതെ ജലാംശം, അതുപോലെ പൊടിപടലങ്ങളൊക്കെ നിറഞ്ഞതാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ. ഈ അറ്റ്മോസ്ഫിയറിനെ ഭൂമിയുമായി ചേർത്ത് നിർത്തുന്നത് ഗ്രാവിറ്റേഷനാണ്. അതായത് ഭൂമിക്കൊരു അട്രാക്ഷൻ ഉണ്ടല്ലോ, ആ അട്രാക്ഷനാണ് ഭൂമിക്ക് ചുറ്റുമുള്ള ഈ അറ്റ്മോസ്ഫിയറിനെ അവിടെ നിർത്തുന്നത്. അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ഏതൊക്കെയാണ്? അറ്റ്മോസ്ഫിയറിക് ഗ്യാസ് അല്ലെ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നൈട്രജൻ, ഓക്സിജൻ, ആർഗോൺ, കാർബൺ ഡയോക്സൈഡ്, ഓസോൺ, നിയോൺ, ഹീലിയം, ക്രിപ്റ്റൺ, ഹൈഡ്രജൻ ആൻഡ് സെനോൺ. അപ്പം അതിൻ്റെ അളവ് ഓരോന്നും എത്രമാത്രം അന്തരീക്ഷത്തിലുണ്ട്, അതിൻ്റെ വോളിയം ഇവിടെ തന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതലുള്ള എന്താണ്? നൈട്രജൻ ആണ്. അത് കഴിഞ്ഞ് ഓക്സിജൻ. ഓൾമോസ്റ്റ് ഓൾ ദ ഗ്യാസസ് ഇൻ അവർ അറ്റ്മോസ്ഫിയർ സപ്പോർട്ട് ദ സസ്റ്റനൻസ് ഓഫ് ലൈഫ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ. യു ക്യാൻ നോട്ടീസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗ്യാസസ് സച്ച് ആസ് ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് ആൻഡ് നൈട്രജൻ ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഫോംസ്. ഇപ്പോൾ ഇവിടെ തന്ന ചിത്രങ്ങൾ നോക്കൂ. ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് ജീവികൾക്കും മനുഷ്യനും ചെടികൾക്കും ഒക്കെ ഏതെല്ലാം ഗ്യാസസ് ആവശ്യമാണ്, അതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ എന്നിവ ആർക്കൊക്കെ ആവശ്യമാണ്? ചെടികൾക്കും മനുഷ്യർക്കും ആവശ്യമായിട്ടുള്ളതാണ്.
ഓക്സിജൻ സ്വീകരിക്കുന്നത് മനുഷ്യനാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നത് ചെടികളാണ്. ഇതെല്ലാം നിങ്ങൾക്കറിയുന്ന കാര്യമാണ്. അതുപോലെ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജൻ സ്വീകരിച്ചിട്ടാണ് ചെടികൾ മണ്ണിലൂടെ വേരുകളിലൂടെ അവ സ്വീകരിച്ച് അതിനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നു. ഈ പ്രോസസ്സാണ് നൈട്രജൻ ഫിക്സേഷൻ. ഇപ്പോൾ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ അവ അന്തരീക്ഷത്തിൽ നിന്ന് വേരുകളിലൂടെ സ്വീകരിക്കുന്നു. പ്ലാന്റ്സ് മേക്ക് യൂസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോർ ഫോട്ടോസിന്തസിസ്. കാർബൺ ഡൈ ഓക്സൈഡ് അവ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ചെടികൾ എന്തിനാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നത്? ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് ഉണ്ടാക്കാൻ അവ യൂസ് ചെയ്യുന്നു. മാൻ ആൻഡ് അതർ ഓർഗാനിസംസ് മേക്ക് യൂസ് ഓഫ് ഓക്സിജൻ ഫോർ റെസ്പിറേഷൻ. നമ്മൾ ശ്വാസം എടുക്കുന്നത് എങ്ങനെയാണ്? അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ സ്വീകരിക്കുന്നു. പ്ലാന്റ്സ് മേക്ക് യൂസ് ഓഫ് നൈട്രജൻ ഫോർ ദ ഗ്രോത്ത് ത്രൂ നൈട്രജൻ ഫിക്സേഷൻ. അപ്പം നൈട്രജൻ ഫിക്സേഷൻ വഴി ചെടികൾ നൈട്രജനെ യൂസ് ചെയ്യുന്നു. അവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജനെ ഉണ്ടാക്കുന്നത് നൈട്രജൻ ഫിക്സേഷൻ വഴിയാണ്. വാട്ടർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. വാട്ടർ മോളിക്യൂൾസ് ആർ എ മേജർ കോൺസ്റ്റിറ്റ്യുവൻസ് ഇൻ ദ ലോവർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ അറ്റ്മോസ്ഫിയറിൻ്റെ ഏറ്റവും താഴ്ഭാഗത്താണ് വാട്ടർ മോളിക്യൂൾസ് ഉള്ളത്, ജലാംശം ഉള്ളത്. ആസ് യു നോ, വാട്ടർ റീച്ചസ് ദ അറ്റ്മോസ്ഫിയർ ത്രൂ ഇവാപ്പറേഷൻ ആൻഡ് കോസസ് ക്ലൗഡ് ഫോർമേഷൻ ആൻഡ് റെയിൻ. ഇപ്പം നിങ്ങൾക്കറിയാം, ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ ആവിയായി പാത്രത്തിൻ്റെ മുകളിൽ വരും. അതുപോലെ ഭൂമിയിലെ വെള്ളം സൂര്യൻ്റെ ചൂട് കൊണ്ട് ചൂടായി അത് അറ്റ്മോസ്ഫിയറിലെത്തും. അപ്പോൾ അവിടെയുള്ള ക്ലൗഡ് ഫോർമേഷൻ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ദർ ഈസ് സ്പേഷ്യൽ ആൻഡ് ടെമ്പറൽ വേരിയേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ലുക്ക് അറ്റ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിൽ ജലാംശത്തിൻ്റെ അളവ് എല്ലായിടത്തും ഒരുപോലെയല്ല, അത് വ്യത്യാസപ്പെട്ടിരിക്കും. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Look at the factors influencing the amount of water in the atmosphere. Rate of evaporation will be high at places experiencing higher temperature. So the water content in such places will be high. ഇപ്പോൾ ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളിൽ വാട്ടർ ഇവാപറേഷൻ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും കൂടുതൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടായിരിക്കുക. The amount of water will be high in the atmosphere close to the surface water sources such as ocean, river and other water bodies. അപ്പം ഓഷ്യൻ, റിവർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതൽ, അന്തരീക്ഷത്തിൽ വെള്ളത്തിൻ്റെ ജലാംശം കൂടുതലായിരിക്കും. ഇവിടെ ഒരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ സ്വയം ചെയ്തു നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഡസ്റ്റ് പാർട്ടിക്കിൾസ്. അതർ ദാൻ ഗ്യാസസ് ആൻഡ് വാട്ടർ കണ്ടൻറ്റ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഓൾസോ ഫോം പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഗ്യാസസ്, വാട്ടർ കണ്ടൻറ്റ് കൂടാതെ ഡസ്റ്റ് പാർട്ടിക്കിൾസും പൊടിപടലങ്ങളും അറ്റ്മോസ്ഫിയറിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ലുക്ക് അറ്റ് ദ മെയിൻ സോഴ്സസ് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ടു ദ അറ്റ്മോസ്ഫിയർ. എന്തെല്ലാം ആണ് മെയിൻ പാർട്ട്, അതായത് ഡസ്റ്റ് പാർട്ടിക്കിൾസിൻ്റെ പ്രധാന സോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ബ്രോട്ട് ടു ദ അറ്റ്മോസ്ഫിയർ ബൈ വിൻഡ്. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇറപ്റ്റഡ് ത്രൂ വോൾക്കാനോസ്. ആഷ് ഫോംഡ് ബൈ ബേണിംഗ് ഓഫ് മീറ്റിയോസ്. അപ്പോൾ ഏതെല്ലാം രീതിയിലാണ് അറ്റ്മോസ്ഫിയറിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഫോം ചെയ്യുന്നത്? ഒന്ന് വിൻഡാണ്, ഒന്ന് കാറ്റാണ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് കൊണ്ടുവരുന്നത്, അതായത് പൊടിപടലങ്ങൾ കൊണ്ടുവരുന്നത്. അടുത്തത് വോൾക്കാനോസ്. ത്രൂ വോൾക്കാനോസ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇറപ്റ്റഡ്. നെക്സ്റ്റ് ഉൽക്കാശിലകൾ. അന്തരീക്ഷത്തിലുള്ള പൊടികൾ ഉണ്ടാവാൻ വേറൊരു കാരണമാണ് മീറ്റിയോസ്, അതായത് ഉൽക്കാശിലകൾ. You have learned that there is frequent condensation concentrating around the fine dust particles in the atmosphere. As the fine dust particles in the atmosphere help in cloud formation, they are called as condensation nuclei. അറ്റ്മോസ്ഫിയറിലെ പൊടിപടലങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്ത് കണ്ടൻസേഷൻ കൂടുതലായി ഉണ്ടാകുന്നു. ക്ലൗഡ് ഫോർമേഷന് ഈ നേർത്ത ഡസ്റ്റ് പാർട്ടിക്കിൾസ് സഹായമാകുന്നു. അതുകൊണ്ട് അവയെ കണ്ടൻസേഷൻ ന്യൂക്ലിയർ എന്ന് വിളിക്കുന്നു. The presence of atmosphere extends about 10,000 kilometers from the Earth's surface, but it is estimated that about 97% of the atmospheric air remains within 29 kilometers from the Earth's surface. The gases get rarefied with increasing altitude. അറ്റ്മോസ്ഫിയറിൻ്റെ പ്രസൻസ് ഭൂമിയുടെ സർഫസിൽ നിന്നും 10,000 കിലോമീറ്റർ വരെ നീണ്ടു നിൽക്കുന്നു. അതിൽ 97% അറ്റ്മോസ്ഫിയറിക് എയർ 29 കിലോമീറ്റർ വരെ ഭൂമിയിൽ നിന്ന്, അതായത് ഭൂമിയുടെ സർഫസിൽ നിന്ന് 29 കിലോമീറ്റർ അകലെ വരെ ഉള്ളൂ. ഉയരം കൂടുന്നതിനനുസരിച്ച് ഗ്യാസസ് കുറഞ്ഞു വരുന്നു.
അതായത് ഉയരം കൂടുന്ന ഭൂമിയിൽ നിന്ന് മുകളിലോട്ട് ഉയരം കൂടുന്നതിനനുസരിച്ച് ഗ്യാസസിൻ്റെ അളവും കുറഞ്ഞു വരുന്നു. അറ്റ്മോസ്ഫിയർ ആസ് എ ഗ്രീൻ ഹൗസ്. അറ്റ്മോസ്ഫിയർ ഒരു ഗ്രീൻ ഹൗസ് ആണ്, അല്ലെങ്കിൽ ഒരു ഗ്രീൻ ഹൗസ് പോലെ പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ടാണ് അറ്റ്മോസ്ഫിയർ ഒരു ഗ്രീൻ ഹൗസ് ആയി പ്രവർത്തിക്കുന്നത്? ആദ്യം നമുക്ക് ഗ്രീൻ ഹൗസ് എന്താണെന്ന് മനസ്സിലാക്കണ്ടേ എന്ന് നോക്കാം. ഡു യു നോ വൈ ഗ്ലാസ് ഈസ് ലാർജ്ലി യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് ഇൻ കോൾഡ് കൺട്രീസ്? തണുപ്പ് രാജ്യങ്ങളിൽ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഗ്ലാസുകൾ സാധാരണയായി ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് കാരണം എന്താണ്? ഗ്ലാസ് പെയിൻസ് ഹാവ് ദ കപ്പാസിറ്റി ടു അലൗ ഇൻസുലേഷൻ ടു പാസ് ത്രൂ ദം ആൻഡ് ചെക്ക് ദ ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഗ്ലാസുകൾ വേണ്ടുന്ന ചൂട് കടത്തിവിടുകയും ടെറസ്ട്രിയൽ റേഡിയേഷനെ ചെക്ക് ചെയ്യുകയും, അതായത് അങ്ങോട്ട് കടത്തിവിടാതെ ഇരിക്കുകയും ചെയ്യുന്നു. ദസ് ടെമ്പറേച്ചർ ഈസ് റിമെയിൻ വിത്തിൻ ദ ബിൽഡിംഗ് വിത്തൗട്ട് കോൾഡ്. ആ ബിൽഡിങ്ങിന് ആവശ്യമായ ടെമ്പറേച്ചർ അവിടെ കിട്ടുന്നു. യു ക്യാൻ പെർസീവ് ഫ്രം ദ ഗിവൺ ഫിഗർ ഹൗ ദിസ് പ്രോപ്പർട്ടി ഓഫ് ഗ്ലാസ് ഈസ് മെയ്ഡ് യൂസ് ഓഫ് ഇൻ ദ അഗ്രികൾച്ചറൽ സെക്ടർ ഇൻ കോൾഡ് കൺട്രീസ്. കോൾഡ് കൺട്രീസിൽ, അതായത് തണുപ്പ് രാജ്യങ്ങളിൽ കാർഷിക മേഖലയിൽ ഗ്ലാസുകൾ ഉപയോഗിക്കാനുള്ള കാരണം ഈ ഒരു പ്രോപ്പർട്ടി ഗ്ലാസിന് ഉള്ളതുകൊണ്ടാണ്. By preventing the terrestrial radiation, the temperature required for the growth of plants is retained. അപ്പോൾ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ടെമ്പറേച്ചർ ആ ബിൽഡിങ്ങിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ ആ ഗ്ലാസിനുള്ളിൽ ലഭിക്കുന്നു എന്നത് തന്നെയാണ് ഗ്ലാസ് പ്ലെയിൻസ് ഈ ഫാമിങ്ങിന് യൂസ് ചെയ്യാനുള്ള ഒരു കാരണം. ഇൻസൈഡ് സച്ച് കൺസ്ട്രക്ഷൻ സച്ച് ബിൽഡിങ്സ് ആർ കോൾഡ് ഗ്രീൻ ഹൗസസ്. അത്തരത്തിലുള്ള ബിൽഡിങ്ങുകളെയാണ് ഗ്രീൻ ഹൗസസ് എന്ന് പറയുന്നത്. അതായത് ഗ്ലാസുകൾ കൊണ്ട് നിർമ്മിച്ച ബിൽഡിങ്ങുകൾ. അവ കൃഷിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആണ്. എവിടെയാണ് ഇത് സ്യൂട്ടബിൾ? കോൾഡ് കൺട്രീസ്. സം ഓഫ് ദ ഗ്യാസസ് പ്രസന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ കെൻ ഓൾസോ പെർമിറ്റ് ഇൻസുലേഷൻ ആൻഡ് പ്രിവെൻറ്റ്സ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. കോൾഡ് കൺട്രീസിൽ കൃഷിക്ക് ആവശ്യമായ കാര്യങ്ങൾക്കെല്ലാം ഗ്ലാസ് പെയിൻ കൂടുതലായി യൂസ് ചെയ്യുന്നുണ്ട്. അതിന് കാരണം ഗ്ലാസ് പെയിനുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഗ്ലാസ് പെയിന് റേഡിയേഷൻ നിർത്തും, അതുപോലെ ഇൻസുലേഷൻ ഉണ്ടായിരിക്കും. അതേപോലെ അന്തരീക്ഷത്തിലെ ഗ്യാസസും ഈ പ്രവൃത്തി ചെയ്യുന്നു. ഗ്യാസസ് സച്ച് ആസ് കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ, ഓസോൺ എക്സെട്ര ആൻഡ് വാട്ടർ വേപ്പർ പ്രസന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ അബ്സോർബ് ദ ടെറസ്ട്രിയൽ റേഡിയേഷൻ ആൻഡ് റിട്ടൈൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ അന്തരീക്ഷത്തിലുള്ള ഗ്യാസസ് ആയ കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ, ഓസോൺ മുതലായവ, അതുപോലെ വാട്ടർ വേപ്പർ മുതലായവ അറ്റ്മോസ്ഫിയറിലുള്ള ടെറസ്ട്രിയൽ റേഡിയേഷനെ അബ്സോർബ് ചെയ്യുകയും അത് വലിച്ചെടുക്കുകയും അന്തരീക്ഷത്തിലുള്ള ചൂട് നിലനിർത്തുകയും ചെയ്യുന്നു. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഈ ഒരു പ്രതിഭാസതയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഫിനോമിനെയാണ്, ഈ ഒരു പ്രക്രിയയ്ക്കാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിന് കാരണമായ ഗ്യാസസുകളെ, വാതകങ്ങളെ എന്ത് പറയുന്നു? ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് വിളിക്കുന്നു. ഈവൻ ഇഫ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ്, the uncontrolled increase in the greenhouse gases causes rise in temperature in the atmosphere. നമുക്കറിയാം ഗ്രീൻ ഹൗസ് എഫക്റ്റ് എക്സിസ്റ്റൻസ് ഓഫ് ലൈഫിന് ആവശ്യമാണ്. പക്ഷേ ഗ്രീൻ ഹൗസ് വാതകങ്ങൾ കൂടിക്കഴിഞ്ഞാൽ, ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടിക്കഴിഞ്ഞാൽ അവ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ കൂടാൻ കാരണമാകുന്നു. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആർ റീച്ചിങ് ദ അറ്റ്മോസ്ഫിയർ മോസ്റ്റ്ലി ത്രൂ സം ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ്. ഡു യു നോ ദ സോഴ്സസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്? ഇപ്പോൾ മനുഷ്യൻ്റെ ഇടപെടൽ കാരണമാണ് അന്തരീക്ഷത്തിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ അളവ് കൂടുന്നത്. നിങ്ങൾക്കറിയോ അതിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണ്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് എൻ്റർ ദ അറ്റ്മോസ്ഫിയർ ത്രൂ നേച്ചുറൽ മീൻസ് സച്ച് ആസ് വോൾക്കാനിക് ഇറപ്ഷൻ, ഡീകേ ഓഫ് ബയോളജിക്കൽ മാറ്റർ, ആസ് വെൽ ആസ് ത്രൂ ഹ്യൂമൻ ആക്ടിവിറ്റീസ് സച്ച് ആസ് ഡീഫോറസ്റ്റേഷൻ, ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽ എക്സെട്ര. അപ്പോൾ അന്തരീക്ഷത്തിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടാനുള്ള ഒരു കാരണം നേച്ചുറലാണ്. അതായത് പ്രകൃതി തന്നെ ഗ്രീൻ ഹൗസസ് കൂടാനുള്ള ഒരു കാരണം പ്രകൃതിയിലുണ്ടാകുന്ന വോൾക്കാനിക് ഇറപ്ഷൻ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, അതുപോലെ ബയോളജിക്കൽ മാറ്ററായ ഡീകേ ഓഫ് ബയോളജിക്കൽ മാറ്റർ, വസ്തുക്കളൊക്കെ ഡീകേ ആവുക, നശിച്ച് മണ്ണോട് ചേരുക. അപ്പം അങ്ങനെയുള്ള ആക്ടിവിറ്റി നടക്കുമ്പോഴും അവിടെ അന്തരീക്ഷത്തിൽ കാർബൺ, അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ഈ ഗ്യാസസ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടുന്നു. അതുകൂടാതെ മനുഷ്യൻ്റെ ചില പ്രവർത്തനങ്ങൾ, അതായത് വനനശീകരണം, ഫോസിലുകളൊക്കെ ബേൺ ചെയ്യുക, ഫോസിലുകളൊക്കെ ബേൺ ചെയ്യുക, ഈ വക കാര്യങ്ങൾ കൊണ്ട് അന്തരീക്ഷത്തിലെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടുന്നു. സം ആക്ടിവിറ്റീസ് ലീഡിങ് ടു ദ ലാർജ് സ്കെയിൽ എമിഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആർ ഷോൺ ഇൻ ദ പിക്ചർ. ഇവിടെ പിക്ചറിൽ തന്നിട്ടുണ്ട് ഗ്രീൻ ഹൗസ്
ഗ്യാസസ് കൂടുതലായി ഉണ്ടാവാനുള്ള കാരണങ്ങൾ, ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ. കാർബൺ ഡയോക്സൈഡ് ഈസ് ഡോമിനൻറ്റ് എമംഗ് ദ ഗ്യാസസ് റിലീസ്ഡ് ഇൻ ദിസ് മാനർ. ഈ രീതിയിൽ കൂടുതലായിട്ടും പുറത്തു പോകുന്ന വാതകം ഏതാണ്, അല്ലെങ്കിൽ ഗ്യാസ് ഏതാണ്? കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ ഫാക്ടറികൾ, ഡീഫോറസ്റ്റേഷൻ ഇവയൊക്കെയാണ്. ഫോസിൽ ഫ്യൂൽ മുതലായവ കത്തുന്നത് വഴിയും ഗ്രീൻ ഹൗസ് ഗ്യാസസ് വർദ്ധിക്കുന്നു. Some activities leading to the large-scale emission of greenhouse gases are shown in the pictures. Carbon dioxide is dominant among the gases released in this manner. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫാക്ടറി കാണിക്കുന്നുണ്ട് ഈ ചിത്രത്തിൽ നോക്കൂ. അപ്പോൾ ഇതുവഴിയും അന്തരീക്ഷത്തിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് വർദ്ധിക്കുന്നു. പ്രത്യേകിച്ചും കാർബൺ ഡയോക്സൈഡ് ആണ് ഇവിടെ കൂടുതലായിട്ടും പുറന്തള്ളുന്നത്. ചേഞ്ചിങ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ, അന്തരീക്ഷം മാറാനുള്ള അവസ്ഥകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എങ്ങനെയാണ് ഇതെല്ലാം മാറുന്നത്? ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണം, ഒരുപാട് വ്യവസായങ്ങൾ വർദ്ധിക്കുന്നത് വഴിയും ഏർബനൈസേഷൻ, നഗരവൽക്കരണം, ആൾക്കാർ ഒരുപാട് സ്ഥലങ്ങളിൽ തിങ്ങി താമസിച്ചാൽ അത് പിന്നീട് എന്തായി മാറും? നഗരമായി മാറും. അപ്പോൾ ഏർബനൈസേഷൻ എക്സെട്ര ലീഡ് ടു റാപ്പിഡ് ചേഞ്ചസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഇവയും അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 6,000 metric ton carbon dioxide is getting added to the atmosphere every year in this manner. അപ്പോൾ ഈ ഓരോ വർഷവും ഇതേ രീതിയിൽ 6,000 മെട്രിക് ടൺ കാർബൺ ഡയോക്സൈഡ് ആണ് അന്തരീക്ഷത്തിൽ വന്നു ചേരുന്നത് എന്ന് കണക്കാക്കിയിട്ടുണ്ട്. സ്റ്റഡീസ് റിവീൽ ദാറ്റ് there is a rise of 0.4 degrees Celsius in the average atmospheric temperature due to uncontrolled increase of greenhouse gases in the 20th century. 20ാം നൂറ്റാണ്ടിൽ 0.4 ഡിഗ്രി സെൽഷ്യസ് ചൂട് വർദ്ധിച്ചിട്ടുണ്ട്. ഇതിന് കാരണം എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ നിയന്ത്രിക്കാൻ പറ്റാത്ത അത്രയ്ക്കും അളവിൽ അത് വർദ്ധിച്ചിട്ടാണ്. അതുവഴി ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്തു. The increase in temperature in the atmosphere due to greenhouse gases is referred as global warming. എന്താണ് ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോള താപനം എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ വർധനവ് മൂലം ടെമ്പറേച്ചർ വർദ്ധിക്കുക, അറ്റ്മോസ്ഫിയറിലുള്ള ടെമ്പറേച്ചർ ചൂട് വർദ്ധിക്കുന്നതാണ് ഗ്ലോബൽ വാർമിംഗ്. ലെറ്റ് us see how global warming becomes a threat to the life forms of the earth. എങ്ങനെയാണ് ഗ്ലോബൽ വാർമിംഗ് ഈ മനുഷ്യ ജീവിതം അല്ലെങ്കിൽ ജീവജാലങ്ങൾക്കെല്ലാം ഭീഷണിയാവുന്നത്? സീ ലെവൽ മേ റൈസ് ആസ് എ റിസൾട്ട് ഓഫ് മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ്. ധ്രുവപ്രദേശങ്ങളിലുള്ള പോളാർ റീജിയനിലുള്ള ഐസ് ഉരുകി കടലിൻ്റെ ലെവൽ വർദ്ധിക്കുന്നു, അതായത് കടൽ വെള്ളത്തിൻ്റെ ഉയർച്ച കൂടുന്നു. ഡിസ്ട്രക്ഷൻ ഇൻ ദ കോസ്റ്റൽ എക്കോസിസ്റ്റം മേ ലീഡ് ടു ദ പ്രോബ്ലം സച്ച് ആസ് ഫുഡ് ക്രൈസിസ്, ലാർജ് സ്കെയിൽ മൈഗ്രേഷൻ എക്സെട്ര. കോസ്റ്റൽ ഏരിയയിലുള്ള എക്കോസിസ്റ്റം ഡിസ്ട്രക്റ്റ് ചെയ്തത് കാരണം, അതായത് നശിക്കുന്നത് കാരണം അവിടെ ഫുഡ് ക്രൈസിസും ലാർജ് സ്കെയിൽ മൈഗ്രേഷനും, ഒരുപാട് മൈഗ്രേഷൻസ്, കുടിയേറ്റം, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറി താമസിക്കുക, അതിന് കാരണമാകുന്നു. ഗ്ലോബൽ വാർമിംഗ് ലീഡ്സ് ടു ദ ഡിപ്ലീഷൻ ഓഫ് മെനി സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇൻ ദ എക്കോസിസ്റ്റം. അപ്പോൾ ചൂട് കൂടുന്നത് തന്നെ എന്ത് സംഭവിക്കുന്നു? ഒരുപാട് ജീവജാലങ്ങളുടെ സ്പീഷീസ്, ആ വർഗം തന്നെ ഇല്ലാണ്ടായി പോകും. ഗ്ലോബൽ വാർമിങ്ങിനെ നമുക്കെങ്ങനെ നേരിടാം? നമ്മൾ പരിസ്ഥിതിയുമായി കൂടുതൽ സൗഹൃദത്തിലാവുക, അതായത് കൂടുതൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുക, പരിസ്ഥിതിക്ക് അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, വാഹനങ്ങൾ ഓടിക്കുന്നത് കുറയ്ക്കുക, കഴിയുന്നതും നടക്കുക അല്ലെങ്കിൽ സൈക്കിൾ ഓടിക്കുക, അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക, അവ കത്തിക്കാതിരിക്കുക. അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ആവുന്നത്ര ചെയ്യുക. അതുവഴി നമുക്ക് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാം. ഓസോൺ ആസ് എൻ അംബ്രല്ല ഫോർ ദ എർത്ത്. അപ്പോൾ ഓസോൺ ഒരു കുടയായി ഭൂമിക്ക് മാറുന്നു. As the ozone gas is concentrated in the upper atmosphere as a layer, it is called ozone layer. It protects the life forms of the earth by absorbing the harmful ultraviolet rays from the sun. അപ്പോൾ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് റേസിനെ, പ്രകാശത്തിനെ സ്വീകരിക്കുന്നത് ആരാണ്? ഓസോണാണ്. ആ ഓസോൺ ലെയർ സ്വീകരിക്കുക വഴി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഓസോണിനെ എർത്തിൻ്റെ അംബ്രല്ല എന്ന് പറയാം. ലുക്ക് അറ്റ് ദ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് അൾട്രാവയലറ്റ് റേസ്. ക്ലൈമറ്റ് ചേഞ്ച്, ഡിസ്ട്രക്ഷൻ ഇൻ ഫുഡ് ചെയിൻ, ക്രോപ്പ് ഫെയിലിയർ, സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്, പ്രീമച്വർ ഏജിങ്,
ബ്ലൈൻഡ്നെസ്, സ്കിൻ ക്യാൻസർ, ഈ വക കാര്യങ്ങളെല്ലാം അൾട്രാ വയലറ്റ് റേസ് നമ്മുടെ എന്താ പറയുക ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? അൾട്രാ വയലറ്റ് റേസ് നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു. റെഫ്രിജറേറ്റേഴ്സ്, എയർ കണ്ടീഷണേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പ്രേസ്, fire extinguishers, paints, etc. are sources of gases such as chlorofluorocarbons, halon, etc. Such gases could remain unaltered in the atmosphere for a long time. These gases rising to the upper atmosphere react with ultraviolet rays from the sun to form chlorine and bromine. It is estimated that such chlorine atom is capable to decay about 1 lakh of ozone molecules. Bromine is 40 times more reactive than chlorine. This depletion in the atmospheric ozone layer is called as ozone hole. ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന AC, ഫ്രിഡ്ജ്, സ്പ്രേ തുടങ്ങിയ സാധനങ്ങളിൽ നിന്നും പുറപ്പെടുന്ന ഗ്യാസസ് ആയ ഫ്ലൂറോകാർബൺ, ഹാലോൺ മുതലായവ അന്തരീക്ഷത്തിലെ ഓസോൺ പാളികളിൽ വിള്ളലുണ്ടാക്കുന്നു. അന്തരീക്ഷത്തിലെത്തുന്ന ഫ്ലൂറോകാർബൺ, ഹാലോൺ മുതലായവ ഒരുപാട് സമയം അന്തരീക്ഷത്തിൽ തിങ്ങി നിൽക്കുന്നു. ഫോർ എ ലോങ് ടൈം ദേ അൺആൾട്ടേർഡ്, അതിന് യാതൊരു മാറ്റവും സംഭവിക്കാതെ അറ്റ്മോസ്ഫിയറിൽ നിൽക്കുന്നു. അങ്ങനെ അൾട്രാ വയലറ്റ് റേസുമായി റിയാക്ട് ചെയ്ത് ഇവ ക്ലോറിൻ, ബ്രോമിൻ എന്നിവയായി മാറുന്നു. ക്ലോറിന് ഓസോണിൻ്റെ ലെയറിനെ അല്ലെങ്കിൽ ഓസോൺ മോളിക്യൂൾസിനെ തകർക്കാനുള്ള കഴിവുണ്ട്. ഓസോൺ മോളിക്യൂളിനെ തകർക്കാനുള്ള ക്ലോറിൻ്റെ കഴിവിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ബ്രോമിനുള്ള കഴിവ്. ഇപ്രകാരം ബ്രോമിനും ക്ലോറിനും അന്തരീക്ഷത്തിലെ ഓസോൺ ലെയറിൽ വിള്ളലുണ്ടാക്കുന്നു. ദേ മേക്ക് ഹോൾസ് ഇൻ ദ ഓസോൺ ലെയർ. സ്ട്രക്ചർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൻ്റെ ഘടന എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഭൂമിയിൽ നിന്ന് 90 കിലോമീറ്റർ അകലെ അറ്റ്മോസ്ഫിയർ ഏകദേശം, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ഒക്കെ ഏകദേശം ഒരുപോലെയാണ്. അറ്റ്മോസ്ഫിയറിൻ്റെ അവസ്ഥ ഏകദേശം ഒരുപോലെയാണ്. ദ കോമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ ഈസ് സംവാട്ട് യൂണിഫോം അപ് ടു about 90 kilometers from the surface of the earth. This part of atmosphere is called homosphere. ഈ ഭാഗത്തിന് എന്ത് പറയുന്നു? ഹോമോസ്ഫിയർ എന്ന് പറയുന്നു. Beyond this there is no uniformity in the gases composition. അവിടുന്ന് അങ്ങോട്ടേക്ക് 90 കിലോമീറ്റേഴ്സിനപ്പുറത്തേക്ക് ഗ്യാസസ് ഒരുപോലെ അല്ല ഉള്ളത്. There is no uniformity. Atmosphere beyond 90 kilometers from the earth is called heterosphere. Based on the temperature at different levels, atmosphere can be divided into different layers. From the given figure, you can read the change in temperature with altitude and can identify the layers of the atmosphere. Each layer in the atmosphere has its own indigenous characteristics. Let us see the characteristics of the atmospheric layers as well as the significance on us. അപ്പോൾ നമുക്ക് മനസ്സിലാകാം, ഉയരം കൂടുന്നതിനനുസരിച്ച് അറ്റ്മോസ്ഫിയറിലുള്ള ടെമ്പറേച്ചറിൻ്റെ അളവിലും ഗ്യാസസിൻ്റെ അളവിലെല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ 90 കിലോമീറ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന അറ്റ്മോസ്ഫിയർ ഭാഗം യൂണിഫോം അല്ല. അത് ഓൾട്ടിറ്റ്യൂഡിനനുസരിച്ച് ഓരോ ലെയറുകളായി, ആ ലെയറുകളിൽ ഒരുപോലെയുള്ള സവിശേഷതകളാണുള്ളത്. അതിനപ്പുറത്തേക്ക് വേറൊരു ലെവൽ, അങ്ങനെ ലേയേഴ്സായിട്ട് ഓൾട്ടിറ്റ്യൂഡിനനുസരിച്ചും ഈ അറ്റ്മോസ്ഫിയറിനെ പലതായി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് ലെയേഴ്സിനെ ട്രോപ്പോസ്ഫിയർ അങ്ങനെ പലതായി തിരിച്ചിട്ടുണ്ട്. ആദ്യം ട്രോപ്പോസ്ഫിയർ നോക്കാം. ദിസ് ലെയർ എക്സ്റ്റെൻഡ്സ് അപ് ടു ആവറേജ് ആൾട്ടിറ്റ്യൂഡ് ഓഫ് 13 കിലോമീറ്റേഴ്സ് ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത് ആൻഡ് ലൈസ് ക്ലോസ് ടു ദ എർത്ത്. എർത്തിനോട് വളരെ അടുത്തിരിക്കുന്ന ലെയറാണ്. അതുപോലെ എർത്തിൽ നിന്ന് 13 കിലോമീറ്റർ അകലെ ഏകദേശം ആൾട്ടിറ്റ്യൂഡിൽ നിൽക്കുന്നതാണ് ട്രോപ്പോസ്ഫിയർ. ദ ഹൈറ്റ് ഓഫ് ദ ട്രോപ്പോസ്ഫിയർ ഈസ് മോർ ഇൻ ദ ഇക്വറ്റോറിയൽ റീജിയൻസ് ബിക്കോസ് ഓഫ് സ്ട്രോങ് കൺവെക്ഷൻ ഹിയർ. ഇക്വറ്റോറിയൽ റീജിയനിൽ വായു ചൂട് പിടിച്ച് കൂടുതൽ ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നു. അതുകൊണ്ട് ട്രോപ്പോസ്ഫിയറിൻ്റെ ഹൈറ്റ് അവിടെ കൂടുതലാണ്. ഓൾമോസ്റ്റ് ഓൾ ദ വെതർ ആൻഡ് ക്ലൈമാറ്റിക് ഫിനോമിന സച്ച് ആസ് ക്ലൗഡ് ഫോർമേഷൻ, റെയിൻ, സ്നോ, വിൻഡ്, തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് എക്സെട്ര ടേക്ക് പ്ലേസ് ഇൻ ദിസ് ലെയർ. അപ്പോൾ ഈ ലെയറിലാണ് എല്ലാ ക്ലൈമാറ്റിക് ഫിനോമിന, എല്ലാ ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം ഈ ലെയറിലാണ് സംഭവിക്കുന്നത്. അതായത് സ്നോ, വിൻഡ്, തണ്ടർ, റെയിൻ മുതലായവ ഇവിടെയാണ്, ഈ ട്രോപ്പോസ്ഫിയറിലാണ് ഉണ്ടാകുന്നത്. Then in the troposphere the temperature decreases at a uniform rate of 1 degree Celsius
for every 165 meters of altitude. This is called normal lapse rate. ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ അൾട്ടിറ്റ്യൂഡിനും ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന റേറ്റിൽ ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നു. ഇതിനെയാണ് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്. ദ സോൺ ഓഫ് ട്രാൻസിഷൻ എബവ് ദ ട്രോപ്പോസ്ഫിയർ ഈസ് കോൾഡ് ട്രോപ്പോപോസ്. ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള ട്രാൻസിഷൻ വരുന്ന ഭാഗത്തിനെ ട്രോപ്പോപോസ് എന്ന് പറയുന്നു. സ്ട്രാറ്റോസ്ഫിയർ എക്സ്റ്റെൻഡ്സ് അപ് ടു എ ഹൈറ്റ് ഓഫ് അബൌട്ട് 50 kilometers from the earth and lies above the tropopause. ഇപ്പോൾ ട്രോപ്പോപോസിന് മുകളിലായിട്ടും ഭൂമിയിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയുമായിട്ടാണ് സ്ട്രാറ്റോസ്ഫിയർ ഉള്ളത്. ഇൻ ദ ലോവർ പാർട്സ് ഓഫ് സ്ട്രാറ്റോസ്ഫിയർ there is no change in temperature with altitude. ലോവർ പാർട്ട് ഓഫ് സ്ട്രാറ്റോസ്ഫിയറിലെ ടെമ്പറേച്ചറിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ഈ ഭാഗത്തിനെ ഐസോതെർമൽ സോൺ എന്ന് പറയുന്നു. ബിയോണ്ട് ദിസ് ദർ ഈസ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ വിത്ത് ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡിനനുസരിച്ച് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ടെമ്പറേച്ചറിന് വ്യത്യാസം വരുന്നുണ്ട്. ഓസോൺ ലെയർ വിച്ച് ഫോംസ് പാർട്ട് ഓഫ് ദിസ് ലെയർ അബ്സോർബ്സ് ദ ഹാർംഫുൾ അൾട്രാവയലറ്റ് റേസ് ഫ്രം ദ സൺ ആൻഡ് പ്രിവെൻറ്റ്സ് ഇറ്റ് ഫ്രം റീച്ചിങ് ദ എർത്ത്. എർത്തിലേക്ക് അൾട്രാവയലറ്റ് റേസിനെ വരാതെ തടയുന്ന ഓസോൺ ലെയർ ഈ ഭാഗത്താണുള്ളത്. അപ്പോൾ ആ ഓസോൺ ലെയേഴ്സ് അൾട്രാവയലറ്റ് റേസിനെ ഭൂമിയിലേക്ക് കടത്തിവിടാതെ നിർത്തുന്നു. allows the free movement of jet aircraft through clear atmospheric conditions and absence of air gutters. അപ്പോൾ അവിടെ എയർ ഗട്ടേഴ്സിൻ്റെ ആബ്സെൻസ്, അതായത് എയർ ഗട്ടേഴ്സ് അവിടെ ഇല്ലാത്തതും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയത് കാരണവും ജെറ്റ് എയർക്രാഫ്റ്റും നല്ല രീതിയിൽ അവിടെ പോവാൻ കഴിയുന്നു. ദ സോൺ ഓഫ് ട്രാൻസിഷൻ എബവ് ദ സ്ട്രാറ്റോസ്ഫിയർ ഈസ് കോൾഡ് സ്ട്രാറ്റോപോസ്. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള ട്രാൻസിഷൻ ഏരിയയാണ് സ്ട്രാറ്റോപോസ് എന്ന് പറയുന്നത്. മെസോസ്ഫിയർ എക്സ്റ്റെൻഡ്സ് ഫ്രം അബൌട്ട് 50 to 80 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡ് ഫ്രം ദ എർത്ത്. ഭൂമിയിൽ നിന്ന് 50 കിലോമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് മെസോസ്ഫിയർ. ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ് ആൻഡ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഈസ് ഫെൽറ്റ് അറ്റ് ദ മെസോപോസ് -80 ഡിഗ്രി സെൽഷ്യസ് ടു -100 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ ടെമ്പറേച്ചർ കുറയാണ് ചെയ്യുന്നത്, ആൾട്ടിറ്റ്യൂഡിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയാണ്. അതുപോലെ ലോവസ്റ്റ് ടെമ്പറേച്ചർ ഉള്ള അറ്റ്മോസ്ഫിയറിൻ്റെ ഭാഗത്തിനെ പറയുന്നതാണ് മെസോപോസ്. -80 ഡിഗ്രി സെൽഷ്യസ് മുതൽ -100 ഡിഗ്രി സെൽഷ്യസ് വരെ ഈ ഭാഗത്തുണ്ട്. മീറ്റേഴ്സ് ഓൺ റീച്ചിങ് ദ അറ്റ്മോസ്ഫിയർ ഗെറ്റ്സ് ബേൺഡ് ഔട്ട് ഡ്യൂ ടു ഫ്രിക്ഷൻ. അപ്പം ഫ്രിക്ഷൻ കാരണം തമ്മിലുള്ള ഉരസൽ കാരണം ഇതെന്തായി മാറുന്നു, മീറ്റേഴ്സ് അത് കത്തി നശിക്കുന്നു. ദ സോൺ ഓഫ് ട്രാൻസിഷൻ എബവ് ദ മെസോസ്ഫിയർ ഈസ് കോൾഡ് മെസോപോസ്. അപ്പം എല്ലാ സ്ഫിയറിലുള്ളത് പോലെ തന്നെ മെസോപോസിന് മുകളിലുള്ള ട്രാൻസിഷൻ സോണിനെയാണ് എന്ത് പറയുന്നത്, മെസോപോസ് എന്ന്. അടുത്തത് തെർമോസ്ഫിയർ എക്സ്റ്റെൻഡ്സ് ഫ്രം അബൌട്ട് 80 to 600 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡ്. അപ്പം 80 മുതൽ 600 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡിലുള്ള അറ്റ്മോസ്ഫിയർ ആണ് അല്ലെങ്കിൽ ലെയർ ആണ് തെർമോസ്ഫിയർ. ദർ ഈസ് കൺസിഡറബിൾ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ വിത്ത് ആൾട്ടിറ്റ്യൂഡ്. ആൾട്ടിറ്റ്യൂഡിനനുസരിച്ച് ടെമ്പറേച്ചറിൽ ഇൻക്രീസ് കൂടുകയാണ് ചെയ്യുന്നത്, ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. ദ ലോവർ പാർട്ട് ഓഫ് തെർമോസ്ഫിയർ ഈസ് കോൾഡ് ഓർ ഈസ് നോൺ ആസ് അയണോസ്ഫിയർ. ഇതിൻ്റെ ലോവർ പാർട്ടിനെ, തെർമോസ്ഫിയറിൻ്റെ ലോവർ പാർട്ടിനെ എന്ത് പറയുന്നു, അയണോസ്ഫിയർ എന്ന് പറയുന്നു. അയണോസ്ഫിയർ ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് റേഡിയോ വേവ്സ്. റേഡിയോ വേവ്സിൻ്റെ ട്രാൻസ്മിഷന് സഹായിക്കുന്നതാണ് അയണോസ്ഫിയർ. ഇവിടെ ഒരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ച ലെയേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് നല്ലവണ്ണം പഠിച്ചതിന് ശേഷം ഈ ഭാഗം ചെയ്ത് നോക്കുക. അത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുമെന്ന് കരുതുന്നു. The unique composition and structure of the Earth's atmosphere has critical influence upon the sustenance of life on Earth. So, for retaining a life-supporting world for the future generations, we must maintain this fragile balance of the atmosphere. Let us follow a lifestyle in support of this. So, it is our duty to conserve atmosphere. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഡ്യൂട്ടിയാണ് അറ്റ്മോസ്ഫിയറിനെ സംരക്ഷിക്കുക. So, we all of us say or all of us follow our duties towards protecting our atmosphere. 14-ാം തീയതിയാണ് സോഷ്യൽ എക്സാം വരുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാം കണ്ട് നിങ്ങൾ നല്ലവണ്ണം പഠിക്കുക. പഠിച്ച് പരീക്ഷയൊക്കെ നല്ല ഫുൾ A+ വാങ്ങുക. എല്ലാവരും എക്സാമൊക്കെ എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങളുടെ എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് അറിയിക്കുക.
കമൻറ്റ് ബോക്സിൽ അത് അറിയിക്കുക. എങ്ങനെ എളുപ്പമാണോ, പ്രയാസമായിരുന്നോ, എങ്ങനെ ഫുൾ മാർക്ക് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. ഓക്കെ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയുള്ള ക്ലാസ്സുകൾ നമ്മൾ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.